മഹാസഖ്യം ഇനി എങ്ങോട്ടേക്കാണ്? ഡൽഹി പിടിക്കാനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ അതിൻ്റെ ഒരു പ്രകൃതം എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി പലരുടെയും മനസ്സിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്ക് കൃത്യമായ ഉത്തരം തരാൻ പറ്റാതെ പോകുന്ന ഒരു ഘട്ടം അവിടെയാണ് ഇപ്പോഴും. അങ്ങനെയുള്ള ഉത്തരത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സമയമല്ലിത്. അല്ല, ഇതൊരു നല്ല അവസ്ഥയാണല്ലോ ശ്രീമതി ബിന്ദു കൃഷ്ണ. ഇപ്പോ ഇതാ ബീഹാറിൽ ഇങ്ങനെ ഒരു വലിയ വിജയം ഉണ്ടായി. നിങ്ങൾ ഒരിക്കലും ഇനി ബീഹാറിൽ പച്ച തൊടില്ല എന്ന് കരുതിയെടുത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ 26 പേർ അവിടെ ജയിച്ചു വന്നിരിക്കുകയാണ്. 26-27 പേര്. ഇത് വളരെ വലിയ ആശ്വാസമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. ഇത് ഇനിയും വേണ്ടേ? നിങ്ങൾക്ക് 44 തന്നെ പാർലമെന്റിൽ ഇരുന്നാൽ മതിയോ? അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? ഒരു സംശയവും വേണ്ട. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോയ സ്ഥലത്തും ഞങ്ങൾ പച്ച തൊടും. ശുഭാപ്തി വിശ്വാസം കോൺഗ്രസിന് വളരെയേറെ ഉണ്ട്. കാരണം നൂറ്റാണ്ടുകൾ പിന്നിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. തിരിച്ചടികൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് അതുകൊണ്ട് തിരിച്ച് എല്ലാ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ വെല്ലുവിളിച്ച് തിരിച്ചു പോകുക എന്നുള്ളത് കോൺഗ്രസിന്റെ നയമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. അക്കാര്യത്തിൽ ആശങ്കയില്ല. പക്ഷേ ഈ ഒരു ബീഹാറിൽ തുടങ്ങി, ഡൽഹിയിൽ ഞങ്ങൾക്ക് അല്ല എങ്കിൽ പോലും ശ്രീ മോഡിയുടെയും അതുപോലെ തന്നെ BJPയും BJP എന്നതിനേക്കാൾ RSS ഉയർത്തുന്ന വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ട് ജനങ്ങളെ വംശീയമായി ഭിന്നിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള ആ ഒരു ആശയത്തിന്റെ വിജയത്തിൽ അങ്ങനെ ഒരു ആശയത്തിനെതിരായി നിങ്ങൾ പെരുമാറുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഡൽഹി പിടിക്കാൻ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ BJP ആണ് എതിർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. BJP അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ആര് പ്രധാനമന്ത്രി ആയാലും BJP വരരുതെന്ന് നിങ്ങൾക്കുള്ളൂ. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ പ്രധാനമന്ത്രി ആണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തെ കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്ന സമയമല്ലല്ലോ. 2014 തെരഞ്ഞെടുപ്പ് 19 ആകാറാട്ടെ, അപ്പൊ നമുക്ക് സംസാരിക്കാം, ആലോചിക്കാം. നമ്മളിപ്പോൾ നടന്നത് ബീഹാറിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ബീഹാർ എന്ന് പറയുമ്പോൾ നേരത്തെ BJP 50 കേന്ദ്രമന്ത്രിമാരെയും 200 MPമാരെയുമാണ് ഈ വലിയ ഒരു ഗോലിയത്തായി ഇങ്ങനെ ഈ ശ്രീ മോദിയെ കാട്ടിക്കൊണ്ട് ദാവീദിനെ ചെറിയ ദാവീദായിട്ടാണ് കാർട്ടൂണുകളിലെല്ലാം ഈ കേജ്രിവാളിനെ വന്നത്. അവിടെ വാസ്തവത്തിൽ ഡൽഹിയിൽ ഉണ്ടായ ഒരു കാര്യം, അന്ന് പിന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? അതൊരു വലിയ പഞ്ചായത്താണ്, ഒരു പകുതി സ്റ്റേറ്റ്, ഒരു മുറി സ്റ്റേറ്റാണ്, ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള നിലയിലേക്ക് ഇന്ത്യയുടെ തലസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ഈ ഡൽഹി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര അതിർത്തിക്കുള്ളിൽ തന്നെയാണ് വരുന്നത്. ഡൽഹിയിലെ കേരള ഹൗസിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പോലും ആ ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചതിന് ശേഷം റിപ്പോർട്ടടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഇന്നലെയാണ് ഞങ്ങൾക്ക് പലർക്കും MPമാർക്കടക്കം ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ആ ഗവൺമെൻറ് നടത്തുന്നതായിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഫെഡറൽ സ്ട്രക്ചറിനെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഒരു വൈവിധ്യമുണ്ട്. ആ വൈവിധ്യത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശക്തിക്ക് അതെല്ലാം തന്നെ അടിസ്ഥാന ഘടകങ്ങളാണ്. അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോവുകയും അതിനെ സമന്വയിപ്പിക്കുകയുമാണ് വേണ്ടത്. അതല്ലാതെ ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടി, ഇപ്പൊ മോദിയെ ചൂണ്ടിക്കാട്ടി BJP വന്നതുപോലെ അങ്ങനെ ഇനി വരേണ്ട ആവശ്യമുണ്ടോ? ഈ വൈവിധ്യങ്ങളെല്ലാം ആശ്ലേഷിച്ചുകൊണ്ട് ഞാൻ ഒരൊറ്റ വാചകത്തിൽ പറയാം. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ദ ഹണിമൂൺ ഇസ് ഓവർ, മധുവിധുകാലം തീർന്നിരിക്കുന്നു എന്നതാണ്. ഒരു കാര്യം എന്നോട് ആഡ് ചെയ്തോട്ടെ, വളരെ വിനയത്തോടെ സമ്പത്ത് സാറിനോടും ബിന്ദുകൃഷ്ണ മാഡത്തോടും വിയോജിക്കട്ടെ. ഞാൻ കോൺഗ്രസോ BJPയോ അല്ല, ഈ സമയത്താണ് അടിക്കുന്നെങ്കിൽ ഈ സമയത്താണ് വരേണ്ടത്. ഒരു പക്ഷേ ഈ സൈഡിൽ നിന്ന് സോണിയാഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഒരു പാർട്ടി വരണമെന്നല്ല, താത്വികമായിട്ടെങ്കിലും ചോദിച്ചുകൊണ്ട് ഇവർക്ക് വളരണമെങ്കിൽ ഇതാണ് സമയം. സോണിയാഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഈ ലെഫ്റ്റ് നിൽക്കുന്ന പാർട്ടീസും നിതീഷ് കുമാറിനെ പോലുള്ളവരെ പ്രൊജക്ട് ചെയ്ത് മുമ്പിലോട്ട് വന്ന് ഇപ്പം വരാൻ കഴിയുന്നില്ല. ഇത് BJP കഴിഞ്ഞു. മോദി എന്ന ഒരു വ്യക്തിയിലേക്ക് സെൻട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞു. അത് കഴിയുന്നില്ല. അത് കഴിഞ്ഞാൽ മാത്രമേ മോദി ഇതിനേക്കാൾ വലിയ സംസ്ഥാനം UP നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് 5 ദിവസം മുമ്പാണ് നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞത്, അല്ലേ? പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുടെയും എല്ലാം മണ്ഡലങ്ങളിൽ അവിടെ സ്വന്തം പാർട്ടിക്ക് ഉണ്ടായ ഒരു ദുരന്തമുണ്ട്. ഇതെല്ലാം തന്നെ ചില ലക്ഷണങ്ങളാണ്. ഡൽഹിയിൽ നിന്ന് തുടങ്ങി UPയിലെ ഈ ജില്ലാ പഞ്ചായത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പുകൾ മുതൽ ഇപ്പോൾ ബീഹാറിൽ കണ്ടത് ഇനി UPയിൽ നടക്കാനുണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നടക്കാനുണ്ട്. ബീഹാർ മാത്രം വെച്ചുകൊണ്ട് ഹരിയാന, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ 2 സ്റ്റേറ്റുകളിൽ അത് ഇന്ത്യയിലല്ലേ? അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. അല്ല, അതിന്റെ അത് മോഡി എഫക്റ്റിലാണല്ലോ ശ്രീ പി രാജൻ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ശ്രീ പി രാജനോട് ഒരു മിനിറ്റ് ശ്രീ പി രാജനോട് നേരത്തെ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു ചോദ്യമാണ്. ശ്രീ പി രാജൻ, താങ്കൾ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലൊക്കെ കിടന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അതിൻ്റെ എല്ലാ പരിചയവും അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട്, മാധ്യമ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീ ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ളവർ അങ്ങ് ഗുരുവായി കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഉൾപ്പെടെ അല്ല, ഞാൻ ചോദിക്കാൻ വന്നതല്ല. അല്ല, അതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്ന വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ മോഡി ഒരു
മോഡി തരംഗത്തിലാണല്ലോ ഇത്രയും എന്ന് പറഞ്ഞ ഹരിയാനയും മഹാരാഷ്ട്രയും അതല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ പിടിച്ചടക്കിയത്. അത് സംശയമില്ലല്ലോ. അങ്ങനെ ഒരു ഒറ്റ മനുഷ്യൻ്റെ കഴിവിൽ കൂടെയാണല്ലോ BJP ഇത്രമാത്രം മുന്നോട്ട് പോയത്. അത് അതിശയോക്തിപരമായ ഒരു കാര്യമാണ്. എന്നാലും അത് ഒറ്റ അതിനൊരു മനുഷ്യനെ നല്ല മുന്നിട്ടാണ്. മാർക്ക് കൊടുക്കണ്ടേ? എപ്പോഴും തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഒരാളെ മുന്നിട്ട് നിർത്തുന്നതാണ് നിതീഷ് കുമാറിനെ നിർത്തിയത്. അങ്ങനെ നിർത്തുന്നു എന്നുള്ളതാണുള്ളൂ. പിന്നെ മാത്രമല്ല വോട്ടെടുപ്പ് അഭിപ്രായ വോട്ടെടുപ്പുകളിൽ സാധാരണ BJPക്ക് കിട്ടുന്നതിനേക്കാൾ കുറച്ച് പെർസെൻറ്റേജ് കൂടുതൽ മോഡി ഉണ്ട്. പക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ മറ്റാരും ഇത് അംഗീകരിച്ചിരുന്നില്ല. തോക്കുമ്പോൾ മാത്രം മോഡി തരംഗമില്ല എന്ന് പറയാണ്. മോഡി തരംഗം ഉള്ളതായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. ഇത് മോഡിക്കുള്ള അടിയല്ലേ അങ്ങനെയാണെങ്കിൽ? ആണല്ലോ, അത് സംശയമില്ലല്ലോ. അതല്ലേ മോഡിയും ഷായും മോഡി നന്നാകണ്ടേ അങ്ങനെയാണെങ്കിൽ? അത് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നന്നാകാൻ വേണ്ടി നന്നാകണമെന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ അങ്ങ് ഉപദേശിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ വിഡ്ഢിത്തരം പറയുന്ന കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോജിക്ക് വേണ്ട ഒരു കാര്യം പറയുമ്പോൾ മോഡിക്ക് തരംഗമേ ഇല്ലായിരുന്നു എന്ന് പറയും. അല്ലല്ല, അതല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബീഹാറിൽ പോയി 35 റാലികളിൽ പങ്കെടുത്ത് അദ്ദേഹം പ്രസംഗിച്ചതിനകത്തൊക്കെ വന്ന കാര്യങ്ങൾ. അതെ അതെ, ഇപ്പൊ കുറച്ചു മുമ്പ് താങ്കൾ പറഞ്ഞു മോഡി 28. ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, രാജീവ് ഗാന്ധിയുടെ ഒപ്പം സഞ്ചരിച്ച് 28 200 യോഗം പങ്കെടുത്തിട്ടുള്ളതാണ് ഞാൻ. ഒരു പ്രധാനമന്ത്രി മാത്രമല്ല ഇത് ചെയ്യാറ്. എനിക്ക് അവിടെയാണ് സംശയം. ശ്രീ പി രാജൻ ഇവരോടൊക്കെ ചേർന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ പഠിച്ച ആള്, ആ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായി പോരാടി ജയിലിൽ പോയ ആൾ ഇപ്പൊ മോദിയെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു? ഏകാധിപത്യം നിങ്ങളെ പറയണം. ബഹുസ്വരത RSS പാടില്ല, ബാക്കി എല്ലാവർക്കും ബഹുസ്വരത വേണം. അതിലൊരുത്തൻ, ഒരു സ്വാമി, ഒരു സന്യാസിനി പശുവർത്തി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അത് മോഡി. അതുപോലെ ഏതോ ഒരുത്തൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ആളെന്നുള്ള നിലയിലും എൻ്റെ അച്ഛൻ ജയിലിൽ കിടന്ന ആളാണ്. അങ്ങേപോലെ തന്നെ ഏതാണ്ട് 1.5 വർഷത്തിലേറെ അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തും ജയിലിൽ കഴിഞ്ഞ ആളാണ്. അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ആളാണ്. ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളാണ്. അനിരുദ്ധൻ സാർ ഇപ്പോ മോദിയെ പൂഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മോഡി ആയതുകൊണ്ട് പാടില്ല എന്നുള്ള ആ മനഃശാസ്ത്രമുണ്ട്. ഞാനില്ല, ഞാൻ ജനാധിപത്യവാദിയാണ്. സാറിനെ ഒരു മാധ്യമ ഗുരു കൂടിയാണ് സാറിന്റെ ഒരുപാട് ലേഖനങ്ങൾ വായിക്കുകയും അത് വാസ്തവത്തിൽ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്, ഒരു വിദ്യാർത്ഥി കൂടിയാണ്, ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പറയുകയാണ്. സാറ് വളരെ ലഘൂകരിക്കുകയാണ്. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരാളുടെ വീട്ടിൽ എന്താ സാറേ ഇന്ത്യയുടെ ആകാശം കൊണ്ടതിന് ശേഷം അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പശുറച്ച് വെച്ചിരുന്നതിന്റെ പേരിലാണെന്ന് പറഞ്ഞത് ഇത് എന്താ? ഇന്ത്യയുടെ സാറും ഞാനും ഇവിടെ ഇരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ ആകാശം കാത്തിട്ടാണ്. അയാളുടെ വാപ്പയെ വെടിവെച്ചു കൊല്ലുക. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ ശ്രീ സമ്പത്ത് പറഞ്ഞ ഒരു കാര്യം, എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അച്ഛനാണെന്നുള്ളത് അതിന്റെ വൈകാരികത കൂട്ടുന്നുണ്ടില്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം, തൽക്കാലം ഇന്ത്യയിൽ മോദിക്ക് മാച്ച് ചെയ്യുന്ന, മോദിയുടെ പ്രൊഫൈലിന്റെ പകുതി പോലും മോഡി എത്താൻ കഴിയുന്ന ഒരു നേതാവ് മറുഭാഗത്തില്ല എന്നുള്ള കാര്യം സത്യമാണ്. തീർന്നില്ല. നമ്മൾ ഇൻക്രീസിംഗ്ലി ഒരു പ്രസിഡൻഷ്യൽ സ്റ്റൈലിലേക്ക് പോകുന്ന രാജ്യമാണ്. അതുകൊണ്ട് മറുഭാഗത്തൊരു നേതാവിനെ ഉയർത്തിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അരവിന്ദ് കെജ്രിവാളോ പോകുന്ന രാജ്യമായതുകൊണ്ട് അതിനനുസരിച്ച് ആളുകളൊക്കെ ഉയർത്തിയെടുക്കണം എന്നാണ്. ഈ ഇന്ത്യൻ ഭരണഘടന പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം അംഗീകരിക്കുന്നില്ല. ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം അധികാരങ്ങൾ കവർന്നെടുക്കാൻ കാലാകാലങ്ങളിൽ അധികാരത്തിലിരുന്ന എല്ലാ കേന്ദ്ര ഗവൺമെന്റുകളും അപൂർവമായ ഒരുപക്ഷെ അല്ലല്ല അത് ഇന്ത്യക്ക് ഒരു കാരണവശാലും ഭൂഷണമല്ല. എന്നെല്ലാം ഇന്ത്യയിൽ അധികാര കേന്ദ്രീകരണം നടന്നിട്ടുണ്ടോ? രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു, നമുക്കറിയാം. എന്തായാലും BJP അധികാരത്തിലെത്തിയത് 31% വോട്ടിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ്. ലോക്സഭയിൽ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്. ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 31% വോട്ട് കിട്ടിയ പാർട്ടിക്ക് ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടുന്നൊരു സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായിട്ടും മറ്റ് കക്ഷികൾ യോജിച്ചാൽ BJPക്ക് നിലനിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരും എന്നുള്ളതും സാമാന്യ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കറിയാം. ഈ സമയത്തും ഇപ്പോൾ ബീഹാറിൽ ജയിച്ചു, അത്തരം ഒരു സഖ്യത്തിൻ്റെ വിജയമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ദേശീയ തലത്തിൽ സ്വാഭാവികമായിട്ടും BJP അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായിട്ടുള്ള ഞാൻ കരുതുന്നത്. കാരണം സ്വാഭാവികമായിട്ടും BJPയുടെ നേതാക്കന്മാർ അത് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളവിടെ കാണുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ബിന്ദുകൃഷ്ണ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സമ്പത്ത് പറഞ്ഞതുപോലെ ഒരു കോമൺ കാൻഡിഡേറ്റിനെ മുന്നിട്ട് നിർത്തി മുന്നോട്ട് പോകാൻ ഇപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം
എനിക്കൊന്ന് രാവിലെ ബിട്ടാസ പറഞ്ഞതെന്ന് തോന്നുന്നു. ഈ സോണിയാഗാന്ധിയുടെ ഏക ആഗ്രഹം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്നുള്ളതാണ്, വേറെ ആരും ആവണമെന്നുള്ളതല്ല. അതുപോലെ തന്നെയാണ് മറുഭാഗത്തും. കാരണം ഒരു കാരണവശാലും രാഹുലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ഞാൻ ശ്രീ പി വി തോമസിലേക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പോവാണ്. ശ്രീ വി വി രാജേഷിലേക്ക് അത് കഴിഞ്ഞിട്ട് വരാം. ശ്രീ പി വി തോമസ്, ഇവിടെ ഇപ്പൊ ചർച്ച ഇതാണ്, വളരെ കൃത്യമായ ഒരു കാര്യം. നിതീഷ് എന്തായാലും മോഡിക്ക് നല്ല മറുപടി കൊടുത്തിരിക്കുന്നു ബീഹാറിൽ. ആ അർത്ഥത്തിൽ നിതീഷ് ഹീറോയാണ്, ഇന്ന് ശിവസേനയാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ. ആ അർത്ഥത്തിൽ നിതീഷ് കുമാറിനെ വച്ചു തന്നെ ഇനി ഡൽഹിയിലും മോഡിക്ക് മറുപടി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. ആ കാര്യത്തിൽ എന്താണ് ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു മൗനം ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ? അതെ അതെ ശ്രീ പി വി തോമസ്, രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇതിൽ ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ നിതീഷ് കുമാർ തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് ആ തലത്തിലേക്ക് വരണമെങ്കിൽ കുറേയധികം പോകേണ്ടി വരും. നിതീഷ് കുമാറിന് പോലും വളരെ സഞ്ചരിക്കേണ്ടി വരും ആ ഒരു സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ. അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം, അതിനൊരു മഹാസഖ്യം ഉണ്ടാക്കണം, ജനതാ പരിവാറോ എന്തുവെന്ന് പറഞ്ഞാലും. അതിനുശേഷം അവർക്ക് വളരെയേറെ ഇലക്ഷൻസ് ജയിക്കാനുണ്ട്. സംസ്ഥാന അസംബ്ലി ഇലക്ഷൻസ് എല്ലാം വരുന്നു, വെസ്റ്റ് ബംഗാളിൽ വരുന്നു, ആസാമിൽ വരുന്നു, അതിനുശേഷം തമിഴ്നാട്, കേരളം, അതിനുശേഷം 2017 UP വീണ്ടും വരുന്നു. അതൊക്കെ ഒത്തിരി ഉണ്ട്, കണക്കുകൂട്ടലുകളുണ്ട്. എത്രമാത്രം ഒരുമിച്ച് പോകാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി തന്നെ ഇപ്പോൾ സംശയം ഉദിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിൽ തന്നെയും ഒരു BJP ബദൽ പാർട്ടി വരുവാൻ സാധ്യതയുണ്ട്. അതാണ് ഇന്ന് ബീഹാറിൽ തെളിയിച്ചിരിക്കുന്നത്. അതിന് നമുക്കറിയാം, ഈ മൂന്നാം മുന്നണിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വേറൊരു കക്ഷി കേന്ദ്രം ഭരിക്കുമ്പോൾ അവർക്ക് പുറത്തു നിന്നുള്ള സപ്പോർട്ട് കൂടിയാണ് ഇതുവരെ ഭരിച്ചിട്ടുള്ളത്. അതായത് കോൺഗ്രസോ ബി ജെ പി ആദ്യം VP സിംഗിനെയും അതിനുശേഷം 3-4 പ്രാവശ്യം കോൺഗ്രസ് ചന്ദ്രശേഖരെയും ദേവഗൌഡയെയും ഇന്ദ്രകുമാർ ജാലിനെയും ഒക്കെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുണ്ടായി. അപ്പോഴെല്ലാം നിലം കുത്തി. ഇപ്പോൾ കോൺഗ്രസ് ഈ സഖ്യത്തിലുണ്ടെന്നുള്ള കാര്യം ഒരു പ്ലസ് പോയിന്റാണ്. അപ്പോൾ അങ്ങനെ ഇതിന് ഒരുപക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം പിന്നെ ലെഫ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ലെഫ്റ്റ് ഇതിൽ ചേരുമെന്ന് തോന്നുന്നില്ല. ലെഫ്റ്റ് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്തിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് ഒരു ഇവോൾവിംഗ് പ്രോസസ്സായിട്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഇവർക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാകണം, ഒരു അജണ്ട ഉണ്ടാകണം, ഒരു കോമൺ ലീഡർ ഉണ്ടാകണം. ആ ലീഡർ തൽക്കാലം നിതീഷ് കുമാർ തന്നെയാണ്, രാഹുൽ ഗാന്ധി അല്ല. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു പ്രോസസ്സ് ഇവോൾവ് ചെയ്ത് അത് വിജയകരമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2019 ഇവർക്ക് അധികാരത്തിലേക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ അധികാരം പിടിച്ചെടുക്കാനും പറ്റും. പക്ഷേ അതിന് ഒത്തിരി 2019 ഏപ്രിൽ വരെ കിടക്കുന്ന കാര്യമാണ്. അതിന് മുമ്പ് 2017 ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പുണ്ട്. നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ അതിന് മുമ്പ് കേരളവും ബംഗാളും തമിഴ്നാടും ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ വി വി രാജേഷ്, താങ്കളിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രതികരണം എടുക്കട്ടെ. പലരോടും ചോദിച്ചിട്ട് കിട്ടാത്ത ഒരു ഉത്തരവാണ്. എന്താണ് ബീഹാറിൽ അടിതെറ്റാൻ കാരണം? മോദി പരാജയപ്പെട്ടു എന്ന് ശിവസേന പറയുന്നതിന് കാരണം, ഡെവലപ്മെൻറ്റ് അജണ്ട ക്യാമ്പയിനിൽ കൊണ്ടുവന്നില്ല എന്ന് രവിശങ്കർ പ്രസാദ് പറയുന്നതിന് കാരണം, ഇതൊക്കെ എല്ലാ BJP-ക്കാരും തിരിച്ചറിഞ്ഞോ? കൂടുതൽ കാരണങ്ങൾ ഉണ്ടോ? ഞാൻ ഇന്ന് രാവിലെ മുതൽ എന്തായാലും ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തതൊക്കെ തന്നെ BJP-യിൽ എന്നെക്കാലം മുതിർന്ന നേതാക്കന്മാരാണ്. ഒരുപക്ഷെ ആ കാറ്റഗറിയിൽ പങ്കെടുക്കുന്നതിൽ അപ്പോൾ അവരെന്നൊക്കെ തന്നെ അവരാരൊന്നും പറഞ്ഞില്ല. അല്ല, അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ രാജേഷിനോട് അല്ല ഞാൻ അവരിൽ നേതാവായ ശ്രീ വി വി രാജേഷ് അവരിൽ നിന്നൊന്നും കിട്ടാത്തൊരു ഉത്തരം പറയാനായിട്ട് എനിക്ക് അവർ പറഞ്ഞ ഉത്തരം തന്നെ ശ്രീ വി വി രാജേഷ് എങ്ങനെയാ പറയുന്നത്? നമുക്കൊരു ഇടവേളയ്ക്ക് പോകാനുള്ള ഒരു പഞ്ചിന് വേണ്ടിയിട്ടാണ്. ലാൽ, BJP തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, സ്വാഭാവികമാണ്. ഈ പരാജയത്തിന്റെ കാരണങ്ങൾ ഞങ്ങൾ വിലയിരുത്തും. അതിലപ്പുറം എനിക്കിപ്പോൾ യാതൊന്നും പറയാൻ സാധിക്കില്ല. ഇവരെല്ലാം പറയുന്നത് അല്ല, ഇവരെല്ലാം പറയുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ പല ചർച്ചകളിലും ഞാൻ പല ചാനലുകളിലും ഈ ആശയം ഉൾക്കൊള്ളുന്ന പല നേതാക്കന്മാരുമായിട്ടും ഞാൻ രാവിലെ മുതൽ ചർച്ചകളിൽ പങ്കെടുത്തു. ഇവരൊക്കെ പറയുന്നത് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു, അമിത്ഷാ BJP നയിക്കുന്നു, എന്തുകൊണ്ട് തോറ്റു? അതോടുകൂടി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു പ്രഭാവം അസ്തമിച്ചു. അല്ല ശ്രീ രാജേഷ്, ഇന്ന് പല ചാനലുകളിലും ശ്രീ രാജേഷ് പോയി പങ്കെടുത്ത് കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാവരും BJP എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്? അല്ല, ഓരോരുത്തരും പറയുന്ന ഓരോ കാരണങ്ങളാണ്. അടിസ്ഥാനമായി പറയുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പരാജയമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള. അല്ല, അവരുടെ എന്ത് പരാജയം? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിന്റെ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് എതിർ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. സ്വാഭാവികമാണ്. അല്ല, ഈ കൂട്ടർ എന്തോ പറഞ്ഞോട്ടെ, ഞങ്ങളുടെ മറുപടി പറയാം. ഞാൻ ആലോചിച്ച എൻ്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞു വന്ന മറുപടി പറയാം. നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അമിത്ഷാ പാർട്ടിയുടെ പ്രസിഡന്റാണ് എന്ന് കരുതി
ഈ രാജ്യം ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മോഡിയും അമിത്ഷാജിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാ തെരഞ്ഞെടുപ്പിലും BJP വിജയിക്കുകയുള്ളൂ എന്നല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകില്ല. ജനാധിപത്യത്തിൽ തെറ്റുകളുണ്ടാവും, പാളിച്ചുകളുണ്ടാവും, പ്രതിപക്ഷം വരും, പല രൂപത്തിൽ വരും, ചിലപ്പോൾ ഒരുമിച്ച് വരും, ചിലപ്പോൾ ഒറ്റയ്ക്ക് വരും, അങ്ങനെയൊക്കെ വരും. ഇതൊക്കെ മഴ പെയ്യുന്ന പോലെ വെയിൽ വരുന്ന പോലെ ഇങ്ങനെ അല്ലല്ല നമ്മളായിട്ടൊന്നും ചെയ്യില്ല. ഞാൻ പറയട്ടില്ല. ഒരുപാട് പരാജയങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഞങ്ങളെപ്പോലെ പരാജയപ്പെട്ട പാർട്ടിയുണ്ട്. പരാജയങ്ങൾ നേരിടുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ച് മുന്നേറാൻ ശ്രമിച്ചു. അതുപോലെ ഒരു പരാജയമായത് ഞങ്ങൾ ഇതിൽ നിന്നും പഠിക്കും. പ്രവർത്തിച്ച എന്ത് സ്ട്രാറ്റജിയിലെ പാളിച്ചയാണ്? സ്ട്രാറ്റജി പാളിയെന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്ത് സ്ട്രാറ്റജി പാളിയതിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? CPM ഒക്കെ അവരുടെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായാൽ സ്ട്രാറ്റജി പാളി എന്നുള്ളത് അത് എന്താണെന്ന് അവർ റിപ്പോർട്ടായിട്ട് പുറത്തുവിടും. അവർ കാര്യങ്ങൾ പറയും, മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യും. കോൺഗ്രസ് ഇതാ ഇപ്പോൾ പറയുന്നുണ്ട് കാര്യം എന്താണെന്നുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടി 12-ാം തീയതി പറയും. അതുവരെ മാത്രമേ അദ്ദേഹത്തിന് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ അവരുടെ വിലയിരുത്തൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി 12-ാം തീയതി അദ്ദേഹത്തിന് അറിയാൻ പറയില്ല എന്നാ പറഞ്ഞത്. ഇപ്പോ അങ്ങനെയാണോ? ശ്രീ രവിശങ്കർ പ്രസാദ് അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയാണോ? ലാലോ ഒന്നുകിൽ എനിക്ക് ഉത്തരം പറയാൻ സമയത്തല്ലേ, ലാലിങ്ങനെ 10 മണിവരെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഞാൻ രണ്ടിനും തയ്യാറാണ്. പിന്നെ ഇപ്പോൾ രവിശങ്കർ പ്രസാദ്ജിക്ക് ഇത് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹം ബീഹാറുകാരനാണ്. അദ്ദേഹം ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. പാർലമെന്ററി ബോർഡ് അംഗമാണ്. പിന്നെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ട് ഒരു 10-12 മണിക്കൂർ പോലും ആയില്ല. നാളെ രാവിലെ 11 മണിക്ക് പാർലമെന്ററി പാർട്ടിയുടെ യോഗം ചേരുകയാണ്. അത് കഴിഞ്ഞിട്ട് ശത്രുഘ്നൻ സിൻഹ നേരത്തെ പറയുന്നുണ്ട്. ശത്രുഘ്നൻ സിൻഹ അത് മാത്രം കേൾക്കുന്നുണ്ട് ബിന്ദു. പിന്നെ നാളെ രാവിലെ 11 മണി കഴിയുമ്പോഴേ ശിവസേന പറഞ്ഞതിന്റെ മറുപടി എന്റെ ലാലെ ഞാൻ പറയാലോ, അദ്ദേഹം മാധ്യമ പ്രവർത്തന ഇതിനേക്കാൾ ആലങ്കാരികമായ വാക്കുകൾ ലാലു ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മൾ 2-3 വർഷം കൊണ്ട് ചർച്ച ചെയ്യല്ലേ. പിന്നെ ഇപ്പോൾ ശത്രുഘ്നൻ സിൻഹ പറയാറുണ്ട്, രാംജത്ത് മലാനി പറയാറുണ്ട്, അരുൺ ഷൂരി പറയാറുണ്ട്. അതൊക്കെ വേറെ തലത്തിൽ ചർച്ച ചെയ്യേണ്ട. അതിന്റെ കാരണം എനിക്ക് താങ്കൾക്കൊക്കെ അറിയാം. നമുക്കെല്ലാം KVS ഹരിദാസ് നിങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ പൊതു ചടങ്ങുകളിലൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തിരി മര്യാദ പാലിക്കണം. ഒരു പബ്ലിക് നേതാവാകുമ്പോഴേക്കും ഇപ്പോൾ അമിത്ഷാ പ്രസംഗിക്കും പോലെയൊക്കെ പ്രസംഗിച്ചാൽ ഇതുപോലെയൊക്കെ ജനങ്ങൾ വിധി എഴുതുമെന്നാണ് ശ്രീ KVS ഹരിദാസ് പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ലല്ല അദ്ദേഹം പൊതുസമൂഹത്തെയും രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷിക്കുന്ന ഒരു മുതിർന്ന പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹം പറഞ്ഞു. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? അപ്പൊ നിരീക്ഷിച്ചാൽ ഇത് കണ്ടെത്തും. അത് കേട്ടുകൊണ്ട് വെങ്കയ്യ നായിഡു പറഞ്ഞ ലൈനാണ് കറക്റ്റ്. ആ ലൈൻ എടുത്താൽ മതി. BJPക്ക് തിരിച്ചു വരാനുള്ള സ്കോപ്പാണ്. രവിശങ്കർ പ്രസാദ് പറഞ്ഞ വളരെ മെച്ചൂറായ പൊളിറ്റിക്കൽ നെറേറ്റീവ് മാറണമെന്നാ പറഞ്ഞത്. വലിയ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ രാജ്യത്തെ രാഷ്ട്രീയ സംവാദത്തിന്റെ ഭാഷ മാറണം. ദയവായി യോഗി ആദിത്യനാഥിനെ പോലുള്ളവരെ ഒരു സൈഡിലേക്ക് മാറ്റണം. സാധ്വി പ്രാജിയെ സൈഡിലേക്ക് മാറ്റണം. അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതാണ് രവിശങ്കർ പ്രസാദ് സാക്ഷി മഹാരാജിന്. എനിക്കും രാജേഷിനും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞത് റാഞ്ചിയിൽ നടന്ന RSSന്റെ ദേശീയ നിർവാഹക സമിതി ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു ഗൈഡ് ലൈൻസ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം രാജേഷ് അറിയാത്തല്ല, പൊതുപ്രവർത്തകർ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ആവശ്യമില്ലാത്ത വാദഗതികൾക്ക് പോകരുത് എന്ന് വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്.